കൈ മാത്രം കണ്ടാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണോ ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നുണ്ട്. അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് 1-2 തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് പെരുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും, അതുകൊണ്ടാണ്. പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല, കുറച്ച് അല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാമത്തിന് പ്രായമില്ല എന്ന് പറഞ്ഞ പോലെ നാറിയുടെ കാട്ടിക്കൂട്ടിലുണ്ടല്ലോ, തന്തപ്പൊടിയാ. അവൻ ആ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൈ കൊണ്ട് ഓരോന്ന് കാണിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അയാളുടെ കൈ അങ്ങ് അടിച്ച് പൊട്ടിച്ചാൻ്റെ വായക്ക് തിരികെ കയറ്റല്ലേ വേണ്ടത്. ആ നാറിയുടെ വീഡിയോ മുഴുവൻ ഞാൻ കാണിച്ചില്ല. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നിരന്തരമായി ബസ്സുകളിൽ സ്കൂൾ കുട്ടികളാണെങ്കിലും അല്ലാത്തവരാണ്ട് നേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാറികൾ ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അതായത് എടപ്പാളിൽ നിന്ന് പൊന്നാനിയിലോട്ട് പോകുന്ന സമയത്ത് അക്ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ബസ്സിൽ നല്ല തിരക്കാണ്. ബസ്സിൽ തിരക്കുള്ള സമയത്ത് സ്വാഭാവികമായിട്ട് സ്ത്രീകൾ ഫ്രണ്ടിലുണ്ടാവുക, ആണുങ്ങൾ പിന്നിലുണ്ടാവുക. അപ്പൊ അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നിലോട്ട് തള്ളി അങ്ങനെ നിർത്തും. ഒരു വിദ്വാൻ, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്വാൻ, അയാൾ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നൊക്കെ ചെയ്ത് നല്ല വെൽ ഡ്രസ്ഡാ ആൾ ഈ കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ബസ് ഇങ്ങനെ കുറെ പോകുന്നതിനിടയിൽ ബാക്കിലുള്ള തിരക്കൊക്കെ പോയി ആളുകൾ പിന്നിന്ന് പോയിക്കണം. ഞാനൊരു സീറ്റ് കിട്ടിയപ്പോൾ ഇരുന്നു. ഇവിടെ ഒരു 5-6 സ്ത്രീകളുണ്ട്, സ്കൂൾ കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇതിന്റെ നടുവിലാണ് ആൾ നിൽക്കുന്നത്. ആൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു സാധനം അത് ടച്ച് ചെയ്യിക്കുക ആൾക്കാരെ മേത്ത്. സ്ത്രീകളുടെ പിന്നിൽ ആരുമില്ല, പിന്നിൽ എല്ലാവരും ഇരുന്നത് കാണുക. ആ കൂട്ടത്തിൽ ഒരാള് ഒരു അന്നൊന്നര ഡയലോഗ് അടിച്ചു. ആ ഡയലോഗ് കൊണ്ട് അടിക്കാൻ പറ്റില്ല. ആ ഡയലോഗ് അടിച്ചപ്പോൾ ആൾ മനസ്സിലാകുന്നത് പിന്നിൽ ആരുമില്ല, പിന്നിലുള്ള ആൾക്കാരൊക്കെ സിനിമ കാണുന്നത് പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. ശരിക്കും ആളുകൾ അത് പ്രതികരിക്കേണ്ടതായിരുന്നു, അയാളെ പിടിച്ച് 4 പെടയും പെടയ്ക്കേണ്ടതായിരുന്നു. പക്ഷെ ചെയ്തില്ല. പകരം ബസ് കണ്ടക്ടർ വന്നു, ആളെ പിടിച്ച് പുറത്താക്കിയപ്പോൾ ആൾക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കാനൊന്നും പറ്റാത്ത അവസ്ഥയില്ല. കാരണം എന്താ വെച്ചാൽ പുഷ്പിച്ച് നിൽക്കുക കാരണം ഇന്നും കൂടി ചെയ്തുക്കല്ലേ, ആൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾ പതുക്കെ ഇറങ്ങി നിന്ന് ആളുകൾ കുറെ തുപ്പൊക്കെ ചെയ്ത ആളുടെ മേത്ത്. പക്ഷെ അയാൾ ടച്ച് ചെയ്ത് നിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടാവുമല്ലോ, ആ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം, ഒരു ജാള്യത, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ശരിക്കും അവിടുന്ന് ആരെ അടിയിരുന്നത് ആ നാറിയ ചെയ്യേണ്ടിയിരുന്നത്. ആരും ചെയ്തില്ല, നേരെ പുറത്താക്കി. ഇവിടത്തെ ബസ്സിൽ ഒരു പ്രായമായ ആളാ, അയാളുടെ മക്കളുടെ പ്രായം ഉണ്ടാവുള്ളൂ ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടിയുടെ നേരെയാണ് ഈ നാറി ഈ വൃത്തികേടുകൾ കാണിച്ചിട്ടുള്ളത്. എന്താവാൻ കാണിച്ചത് നമുക്കൊന്ന് കാണാം, എന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഈ ഒരു കൈ മാത്രം കണ്ടാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണോ ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നുണ്ട്. അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് 1-2 തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് പെരുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും, അതുകൊണ്ടാണ്. പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല, കുറച്ച് അല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട്. പക്ഷെ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ 294 ഓഫ് IPC പബ്ലിക് ന്യൂസൻസ് ആണ്, സെക്ഷൽ ഹരാസ്മെന്റും ആണ്. ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടക്കിട്ട് 2 കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പൊ എന്റെ ചെലവില് ഇങ്ങനെ 2 ആഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട. കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കൈയും കൊണ്ട് കുരിശ് വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അഭിനയ സിംഹം. ഈ ഒരു പ്രമുഖനെ 4 പേര് അറിയണ്ടേ? ഈ ഒരു ഷർട്ടോ, ഈ തലയോ, ഈ സ്പെക്സോ, ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ. ഞങ്ങൾ പുറകിലിരുന്ന 2 പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പാവം ഒരുപാട് പെടാപ്പാട് പെട്ട് 2 സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത്, അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലേ. ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ? അപ്പൊ ഷെയർ ചെയ്തോളൂ കേട്ടാ. അവൻ്റെ വീട്ടുകാർ കാണണം, അവൻ്റെ ഭാര്യ കാണണം, മക്കൾ കാണണം, മക്കളുടെ മക്കൾ കാണണം, നാട്ടുകാർ കാണണം, എല്ലാവരും കാണണം അവൻ്റെ സ്വഭാവം എന്താണ്. ഈ പ്രായത്തിൽ ഇവൻ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ അവൻ്റെ ചെറിയ പ്രായത്തിൽ അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും. ശരിക്ക് അവൻ്റെ തല അടിച്ച് പൊട്ടിക്കുക തന്നെയായിരുന്നു വേണ്ടത്. അവൻ്റെ വിരലങ്ങ് ഒട്ടിച്ച് കളയുകയാണ് വേണ്ടിയിരുന്നത്. എന്നിട്ട് നാട്ടുകാരെ അറിയിച്ച് 4 അടി അവന് കിട്ടുകയാണ് വേണ്ടിയിരുന്നത്. കുരിശെത്തിയപ്പോ അല്ലെങ്കിൽ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ കുരിശൊക്കെ വരച്ചു എന്നുള്ളത് ഭയങ്കര ദൈവവിശ്വാസി എന്നാ പറയുന്നത്. മുഖം അടക്കി ഒന്ന് അടിച്ച നാറിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക തന്നെയാണ് വേണ്ടിയിരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ എനിക്ക് മുഖം കിട്ടിയിട്ടില്ല. മുഖം കിട്ടിയാലല്ലേ 4 ആൾ അറിയുള്ളൂ. ഇത് മുഖം കാണാത്തൊരു വീഡിയോ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 4 ദിവസം മുമ്പാണ് ഈ വീഡിയോ കാണുന്നത്. എത്രയോ തവണ ഇത്തരം രീതിയിലുള്ള ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ന്യൂസുകൾ വരുമ്പോൾ നമ്മൾ അത് അപ്പം കാണുന്നത് അവസാനിപ്പിക്കുക, ഒഴിവാക്കുക, അത്ര തന്നെ. ബസ്സിൽ നിന്നും ട്രെയിനിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു പെൺകുട്ടി ചിത്രീകരിച്ചതുപോലെ ചിത്രീകരിച്ച് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക. തീർച്ചയായിട്ടും അവന്റെ മുഖം ഒരിക്കലും ബ്ലറും ചെയ്യരുത്. ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ ആരറിയാനാ, എന്തറിയാനാ?
അവൻ്റെ വീട്ടിലെ പേരക്കുട്ടികളോടും അവൻ്റെ അമ്മയോടും അവൻ്റെ പെങ്ങന്മാരോടൊക്കെ ഇവൻ ഈ രീതിയിൽ തന്നെയാവും പ്രതികരിച്ചിട്ടുണ്ടാവുക. വീട്ടിൽ അമ്മയോടും പെങ്ങന്മാരോടും കുട്ടികളോടും ചെയ്യുന്ന അതേ പ്രവൃത്തി പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവൻ കാണിക്കും. കാരണം അവൻ്റെ രക്തത്തിലുള്ളതാവും. ഇവൻ്റെ അച്ഛൻ്റെ സ്വഭാവം ചിലപ്പോൾ ഇത് തന്നെ, ഇവൻ്റെ മക്കളെ സ്വഭാവം ഇതൊക്കെ തന്നെയാവും. ഈ ഒരൊറ്റ ആളെ കാരണം കൊണ്ട് ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും തെറി വാങ്ങിക്കൊടുക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞല്ലോ. അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം നിറവേറ്റിയതിന് തുല്യമാണിത്. എന്തായാലും കൊള്ളാം. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇടിച്ച് 4 പെടപെടച്ച് അവൻ്റെ പല്ലും കൊഴിച്ച് അവൻ്റെ വിരലും ഒടിച്ച് ഒരു മൂലൊക്കെ കൊണ്ട് ഇടാതെ എന്തിനാ വെറുതെ, എന്തിനാ കുട്ടി, എന്തിനാണ് നീ അത് ചെയ്തത്? പോലീസ് സ്റ്റേഷനിലിട്ട ബസ് എടുക്കൂ എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, കൊച്ചുകുട്ടികളോട് നിർബന്ധമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് സെൽഫ് ഡിഫെൻസും കാര്യങ്ങളും പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചില പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരാൾ നമ്മളെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രതികരിക്കുന്ന ശേഷി നഷ്ടപ്പെട്ടു പോകും. പെട്ടെന്ന് അവർ ഷോക്കായി പോകും. പല പെൺകുട്ടികളുടെ അഭിപ്രായം അത് തന്നെയാണ്. പെട്ടെന്ന് ഷോക്കായി പോകും, എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ കഴിയില്ല, അറിയില്ല. ആ സമയത്ത് അവർ പരമാവധി നമ്മളെ യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ആ ഒരു ബോധത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മളോട് കഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥ വരാറുണ്ടെന്ന് പറയുന്നത്. ദയവ് ചെയ്ത് ഒരു സെൽഫ് ഡിഫെൻസ് ആയിട്ട് എല്ലതും പഠിച്ചു വെക്കുക. അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പഠനം അത് നിങ്ങൾ നടത്തുക. വെറും സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വിദ്യക്കപ്പുറം നമ്മൾ കുറച്ച് ഫിസിക്കൽ കാര്യങ്ങളും കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഉടനെ തന്നെ പ്രതികരിക്കുക. പ്രതികരണശേഷി ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്യും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇപ്പം ഇവിടെ ആ പെൺകുട്ടി വീഡിയോ എടുക്കുന്നു, അതേപോലെ തന്നെ വീഡിയോ എടുക്കാം. നമ്മുടെ കയ്യിൽ വലിയൊരു ഭയങ്കര ആയുധമാണ് കയ്യിലുള്ളത്. ആ ആയുധം ഉപയോഗിക്കുക. സ്പോട്ടിൽ ഇതേപോലെ വീഡിയോ എടുക്കുക. അവൻ്റെ മുഖം ബ്ലർ ചെയ്യാത്ത പുറം ലോകത്തേക്ക് കാണിക്കുക. അവൻ ചെയ്തൊരു വലിയ ഒഫൻസാണ്. ആ ഒഫൻസ് അവനും അവൻ്റെ കുടുംബക്കാരും അവൻ്റെ വീട്ടുകാരും ഒക്കെ അറിയട്ടെ. ഇവൻ നാളെ ഇവൻ്റെ വീട്ടിലെ കുട്ടികളോട് ഇതേ രീതിയിൽ പെരുമാറില്ല എന്ന് ആര് കണ്ടു, അല്ലേ? ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് തെറിയൊക്കെ പറഞ്ഞു പോകും. കാരണം അവൻ്റെ ആ ഒരു സ്വഭാവത്തിനോട് നമുക്ക് ആർക്കും യോജിച്ചു പോകാൻ കഴിയില്ല. അപ്പം പ്രായമുള്ളവനാണെങ്കിലും പ്രായമില്ലാത്തവനാണെങ്കിലും എന്താണെങ്കിലും ശരി, ഈ കാമത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. നമ്മൾ ഇഷ്ടം പോലെ വാർത്തകൾ കേൾക്കുന്നതാണ്. സഹോദരൻ പ്രഗ്നൻ്റ് ആക്കുന്നതും അതേപോലെ തന്നെ അമ്മയെ പ്രഗ്നൻ്റ് ആക്കുന്നതും ഒക്കെ ഇഷ്ടം പോലെ വാർത്തകൾ കണ്ടത്. നമ്മളൊരു നുണയും പറയുന്നില്ല, നിരന്തരം കേൾക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഈ കാര്യത്തിൽ പ്രായമൊന്നുമില്ല. മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കുന്നവരുണ്ട്, അല്ലാതെ പീഡിപ്പിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരുപാട് ബംഗാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. ബംഗാളികൾ ഒരുപാട് പെൺകുട്ടികളെ ഇത്തരം രീതിയിൽ ചൂഷണം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ നമ്മുടെ നാട്ടുകാരനാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഈ നാറി ഈ ഒരു രീതിയിൽ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. കൈ ഒടിച്ച് അവനൊരു മൂലക്കിടേണ്ടേ പൊന്നു പെങ്ങളെ. അപ്പോൾ അത്രേ ഉള്ളൂ. അമ്മയും പെങ്ങന്മാരും ഉള്ള ആളുകൾ ഷെയർ ചെയ്യുക. അതെന്താ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന കാര്യങ്ങൾ അത് അവിടെ നടന്നതല്ലേ വിചാരിക്കും. നമ്മുടെ വീട്ടിൽ നാളെ വന്നു കഴിഞ്ഞാലാവും നമ്മൾ ചിന്തിക്കുക, അയ്യോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ പ്രതികരിച്ചില്ലല്ലോ എന്നുള്ളത്. ഓക്കെ, പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുമ്പോൾ സന്ദീപ് സൈനിങ് ഓഫ്.